ഹലോ എവരിബഡി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SSLC ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. ഇറ്റ്സ് എൻ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ നോട്ടബിൾ കൊളംബിയൻ ജേർണലിസ്റ്റ് റൈറ്റർ ഗബ്രിയ ഗാർഷ്യ മാർക്കസ്. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി മാജിക്കൽ റിയലിസം കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. മാജിക്കൽ റിയലിസം മീൻസ് റിയൽ ആയിട്ടുള്ള കാര്യവും അതുപോലെ തന്നെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുള്ളത്. ഫാന്റസി ഉണ്ട്, അതുപോലെ തന്നെ റിയലിസം ഉണ്ട്. അങ്ങനെയാണ് ഈ പ്ലോട്ട് പോകുന്നത്. നമുക്ക് ഈ ഒരു ഷോർട്ട് സ്റ്റോറി തുടങ്ങുന്നതിന് മുമ്പ് ലെറ്റസ് റീഡ് ആൻഡ് റിഫ്ലക്ട് നോക്കാം. കൈൻഡ്നസ് ആൻഡ് എംപതി ആർ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഇൻ അവർ വേൾഡ്. നമ്മുടെ ഈ ലോകത്തിന് ഇന്ന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് കൈൻഡ്നസ് ആണ്. കൈൻഡ്നസ് മീൻസ് ദയ. എംപതി, സിമ്പതി എന്താന്ന് നമുക്ക് അറിയാണ്ടായിരിക്കും ഇല്ലേ? ഒരാളുടെ വിഷമം കണ്ടിട്ട് നമുക്ക് അയാളുടെ പാവം തോന്നുകയാണത് സിമ്പതി. എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ ആ വേദനിക്കുന്ന ആളുടെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് നമ്മൾ എടുക്കുന്ന പ്രവർത്തിക്കാണത് എമ്പതി. ദിസ് സ്പ്രെഡ് ലൈറ്റ് ആൻഡ് ഹോപ്പ് ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് ടൈംസ്. ഏതൊരാളുടെയും ഇരുട്ട് നിറഞ്ഞ സമയത്ത് ഏതൊരാളുടെയും ബുദ്ധിമുട്ടുള്ള സമയത്ത് അയാൾക്ക് ഒരു ലൈറ്റും അയാൾക്കൊരു വെളിച്ചവും അതുപോലെ ഒരു പ്രതീക്ഷയാണെന്ത് ഈ രണ്ട് ക്വാളിറ്റീസും നൽകുന്നത്. അവർ സൊസൈറ്റി ടെൻസ് ടു ഐസൊലേറ്റ് ദ വൺസ് ഹു അപ്പിയർ ഡിഫറെന്റ്. നമ്മുടെ സൊസൈറ്റിക്ക് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ എപ്പോഴും ഐസൊലേറ്റ് ചെയ്ത് വെക്കും, എന്നുവെച്ചാൽ ഒറ്റപ്പെടുത്തി വെക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എസ്പെഷ്യലി ദോസ് ഹു ആർ വീക്ക് ആൻഡ് വൾണറബിൾ. ഒരാള് ഏറ്റവും ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ തളർന്നിരിക്കുന്ന ആളുകളെ, വീക്കായിട്ടുള്ള തളർന്നിരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ നിസ്സഹായരായിട്ടുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒറ്റപ്പെടുത്താറുണ്ട്. We may not always realize that even small act of compassion can have significant impact on many lives. But നമ്മൾ ഒരിക്കലും തിരിച്ചറിയാറില്ല നമ്മളുടെ ചെറിയൊരു പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ ചെറിയൊരു കരുണ കൊണ്ട് അല്ലെങ്കിൽ ഒരു കരുതൽ കൊണ്ട് അവരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ അവർക്കൊരു പുതുജീവൻ കൊടുക്കാൻ പറ്റുന്ന നമ്മൾ ഒരിക്കലും തിരിച്ചറിയാറില്ല. അപ്പോ ഒരു സിമ്പതിയും അതുപോലെ കൈൻഡ്നെസ് ഒക്കെ ഈ ലോകത്തിന് ആവശ്യമാണെന്ന് നമ്മളെ കാണിച്ചു തരുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. നമുക്ക് ഷോർട്ട് സ്റ്റോറിയിലോട്ട് കിടക്കാം. ദ ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് നൂൺ. സമയം ഉച്ച സമയമാണ്. ഉച്ചയ്ക്ക് അത്ര വലിയൊരു സൂര്യപ്രകാശം ഒന്നുമില്ല, ഇപ്പോ സൂര്യന്റെ വെളിച്ചം കുറവാണ്. വെൻ പെലായോ വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ്. പെലായോ ഇതിലെ പ്രോട്ടഗോണിസ്റ്റ് ആണ്, ഇതിലെ മെയിൻ ക്യാരക്ടറാണ് പെലായോ. പെലായോ വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ്. പെലായോ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രൗണ്ടിങ് ഇൻ ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്. അദ്ദേഹത്തിന്റെ കോർട്ട്യാർഡിൽ, അദ്ദേഹത്തിന്റെ പറമ്പിന്റെ റിയർ ബാക്കില് എന്തോ ഒരു സാധനം ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഗ്രൗണ്ടിങ് ഇഴയുന്നുണ്ട്. അത് കറക്റ്റ് ആൾക്ക് കാണാൻ പറ്റുന്നില്ല, കാരണം ആ ഉച്ച സമയത്ത് അത്ര ഒരു പ്രകാശം എത്തിയിട്ടില്ല. ഐ മീൻ സൂര്യൻ അത്രയും ജ്വലിച്ചിട്ടല്ല നിൽക്കുന്നത്, സൂര്യന്റെ വെളിച്ചം കുറവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പറമ്പിന്റെ ബേക്കില് എന്തോ ഇഴയുന്നുണ്ട്, അതെന്താന്ന് കാണാൻ പറ്റുന്നില്ല. വി ഹാഡ് ടു ഗോ വെരി ക്ലോസ് ടു സീ ദാറ്റ് ഇറ്റ് വാസ് ആൻ ഓൾഡ് മാൻ. അദ്ദേഹം അതിന്റെ അടുത്തേക്ക് ചെന്നു എന്താന്ന് കാണാൻ വേണ്ടിട്ട്. അപ്പോ അതെന്താണ്? ഇറ്റ് വാസ് ആൻ ഓൾഡ് മാൻ. അതൊരു പ്രായമായ ഒരു മനുഷ്യനായിരുന്നു. എ ഓൾഡ് മാൻ. ദ മാൻ വാസ് ലേയിങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. ആ വയസ്സായ ആളുടെ മുഖം എന്ത് ചെയ്തിട്ടുണ്ട്? മഡില്, ആ മണ്ണിൽ ഇങ്ങനെ കുത്തിക്കിടക്കുന്നുണ്ട്. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രമെൻഡസ് എഫേർട്സ് ദ മാൻ കുഡ്ന്റ് ഗെറ്റ് അപ്പ്. ആ വയസ്സായ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? അയാൾ ഇങ്ങനെ വലിയൊരു എഫേർട്ട് എടുത്തിട്ട്, ട്രമെൻഡസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട് എന്ത്? ആ മണ്ണിൽ നിന്നൊന്ന് എണീക്കാൻ വേണ്ടിട്ട്. ഇംബഡഡ് ബൈ ഹിസ് എനോമസ് വിങ്സ്. എംബഡഡ് മീൻസ് തടസ്സം. അയാൾക്കൊരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്, അയാൾക്ക് എണീക്കാൻ പറ്റുന്നില്ല. എന്താണ് തടസ്സം? ബൈ ഹിസ് എനോമസ് വിങ്സ്. അദ്ദേഹത്തിന്റെ ഒരു എനോമസ് മീൻസ് ഹ്യൂജ്, ബിഗ്. ആ വലിയ ചിറകുകൾ കാരണം അദ്ദേഹത്തിന് ആ മണ്ണിൽ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്.